ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ പഴം കൊണ്ടുള്ള പാൻകേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു സാധനമാണ്. സാധാരണയായിട്ട് മൈദ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, പക്ഷേ നമ്മൾ ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർക്കാറുണ്ട്. നമ്മൾ അതൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. അപ്പോൾ മുട്ട ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ മുട്ട കൊടുക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആദ്യം തന്നെ നല്ല മധുരമുള്ള ചെറുപഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3 ചെറുപഴം എടുത്തിട്ടുണ്ട്, 4 എണ്ണം വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്ത ചെറുപഴം നോക്കി എടുക്കണം. അതൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ മിക്സിയിൽ വെച്ച് അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ മിക്സിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ മാഷ് ചെയ്താലും മതി. ഇനി തൽക്കാലം നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം 2 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഇത് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാൻ പോവാണ്. ബീറ്റർ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്താലും മതി. ഇത് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു മുട്ടയുടെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 3 ഇരട്ടി ആവുന്നത് വരെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ലൈറ്റ് കളറായിട്ട് മാറും. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്തതിന് ശേഷം അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം, പഴം ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അതും കൂടി ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതൊരു 3 തവണയായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് വളരെ പതുക്കെ ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യുക. ഈ മുട്ട നമ്മൾ പതപ്പിച്ചെടുത്തപ്പോൾ കിട്ടിയ ആ ഒരു എയർ ബബിൾസ് കൊണ്ടാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബാറ്റർ അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ഒരുപാട് വെള്ളം പോലെയൊന്നും ആവരുത്. ഇതുപോലെ തിക്കായിട്ടിരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി ഒരു പാൻ ചൂടാക്കുക. വേണമെങ്കിൽ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്യാം. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് സൂക്ഷിക്കണം. ഇതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ അതൊന്ന് പരത്തി കൊടുക്കുക. ഇത് പരത്തി കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഒന്ന് മൂടി വെച്ചാണ് കുക്ക് ചെയ്തത്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഫുള്ള് കുക്കാവുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ താഴെ ബ്രൗൺ ആയിട്ടുണ്ടായിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം താഴെ ബ്രൗൺ ആയിട്ടുണ്ടോയെന്ന്. ബ്രൗൺ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് മറച്ചിടാം. കുറച്ച് പാടായിരിക്കും മറച്ചിടാനായിട്ട്, ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് സൂക്ഷിച്ച് മറച്ചിടുക. അതിനുശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡും കുക്കാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും ചുട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്